Morning. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസ് ക്ലർക്ക് വരെ ആയിരുന്നു അല്ലെ? എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്ലർക്കിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയായിരുന്നു? വായിച്ചോ? വായിച്ചു. എന്തൊക്കെയായിരുന്നു? പർച്ചേസിംഗ് ക്ലർക്കിന്റെ മറ്റൊരു പേര് അസിസ്റ്റന്റ് ക്ലർക്ക് എന്ന്. പിന്നെ അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻസ്: കളക്ട് ആൻഡ് മെർജ് പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് പർച്ചേസ് ആൻഡ് റിക്വസിഷൻസ് സോ ആസ് ദ ഓർഡർ മെറ്റീരിയൽസ് ഗുഡ്സ് ആൻഡ് സപ്ലൈസ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും കൃത്യമായി ഓർഡർ എടുക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഡെലിവർ ദം ദ സപ്ലയേഴ്സ്, അങ്ങനെയുള്ള ഓർഡറുകളെല്ലാം ആ സപ്ലയേഴ്സിന്, നമ്മൾ ആർക്കാണ് വാങ്ങുന്നത് ആ സപ്ലയേഴ്സിന് അയച്ചു കൊടുക്കുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ റിക്വയേഴ്സ്, ഒന്നുകൂടി അയച്ചു കൊടുത്തവയെല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യുക, നല്ല രീതിയിൽ നമ്മൾ കൊടുത്തതല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് സപ്ലയേഴ്സ് ഓൺ ഡെയിലി ബേസിസ്, ഈ സപ്ലയേഴ്സിനെ കുറിച്ച്, നമ്മൾ കൊടുത്ത ഓർഡേഴ്സിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും ആശയവിനിമയം നടത്തുന്നതും അതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. സ്ക്രൂണിറ്റീസ് ഡെലിവേഴ്സ് എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ്, കൃത്യമായ ഓർഡർ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സുസൂക്ഷ്മം പരിശോധിക്കുന്നതും, വല്ല ഓർഡറുകൾ നമ്മൾ കൊടുത്തതിൽ വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്നതും ഒന്നുകൂടിയും ചെക്ക് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഡെലിവറി ചെയ്യുന്നത് എവിടെ എത്തി എന്നതിനെ കുറിച്ചിട്ടുള്ള സ്റ്റാറ്റസുകൾ, അപ്ഡേറ്റുകളൊക്കെ നോക്കുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ വല്ല സപ്ലയേഴ്സ് നമ്മൾ ഓർഡർ ചെയ്യാത്തത് വരികയോ അല്ലെങ്കിൽ ഓർഡർ ചെയ്തതിൽ കൂടുതൽ വരികയോ ഓർഡർ ചെയ്തതിൽ കുറവ് വരികയോ അല്ലെങ്കിൽ വല്ല ഡാമേജുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചെക്ക് ചെയ്യുന്നതും അത് പറയുന്നതും നോക്കുന്നതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. മേക്ക് ഷുവർ എനി ഇൻവോയ്സ്, അതുപോലെ തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇൻവോയ്സ് പേയ്മെന്റിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സിലേക്ക് കൊടുക്കുന്നതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഈ ഇൻവോയ്സുകളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പർച്ചേസ് ക്ലർക്കിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ആണ് സ്റ്റോക്ക് കൺട്രോൾ. എന്താണ് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ, എന്തായിരിക്കും സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാല്? സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം സ്റ്റോക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് ചിലവ് ചുരുക്കാം, ഇല്ലേ? നമ്മള് സ്റ്റോക്ക് അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ഐറ്റംസ് പർച്ചേസ് ചെയ്തുകൊണ്ട് എത്രത്തോളം നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതാണ് ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് പറഞ്ഞത്? എത്രത്തോളം സ്റ്റോക്കുകള് കൺട്രോൾ ചെയ്ത് ചിലവ് ചുരുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആവശ്യത്തിനുള്ള സ്റ്റോക്കുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെലവ് ചുരുക്കാനായിട്ട് സാധിക്കും. നോക്കാം. when, what, when, how much to order, how much to store to make the purchasing and storage expenses at minimum is called inventory control. Underline ചെയ്ത് വെക്കാം. എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാല്? what, when, how much to order, how much to store to make the purchasing and storage expenses at minimum is called inventory control. what എന്ന് പറഞ്ഞാല് എന്ത് സാധനം എപ്പോൾ എത്രത്തോളം ഓർഡർ ചെയ്യണം, how much to order, എത്രത്തോളം
ഓർഡർ ചെയ്യണം. അതുപോലെ എത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ഹൗ മച്ച് ടു സ്റ്റോർ ടു മേക്ക് ദ പർച്ചേസിങ്. പർച്ചേസിങ് നടത്തിയിട്ട് എത്രത്തോളം നമ്മള് സ്റ്റോറിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റോറേജ് എക്സ്പെൻസസ് മിനിമം അല്ലെ, സ്റ്റോറേജ് എക്സ്പെൻസസ് അറ്റ് മിനിമം. ഇനി എന്താണ്, സ്റ്റോറേജിന് വേണ്ടി വരുന്ന എക്സ്പെൻസസിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. എന്ത് സാധനം എപ്പോൾ എത്രത്തോളം ഓർഡർ ചെയ്യണം, എത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും അതുപോലെ തന്നെ സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസിനെ കുറയ്ക്കുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്ത് സാധനം എപ്പോൾ എത്രത്തോളം ഓർഡർ ചെയ്യണം, എത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും സ്റ്റോറേജിനും വേണ്ടി വരുന്ന കോസ്റ്റിനെ കുറയ്ക്കുക. അതിനെയാണ് നമ്മള് ഈ ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസസ് ഓഫ് മാനേജ്മെന്റ് which is used to sustain an economic investment in materials and product for the objective of obtain the maximum financial return. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ നടത്തുന്നത്? ഇതിനു വേണ്ടിയിട്ടാവും. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഒബ്ജക്റ്റീവ് ടു obtain a maximum financial return അല്ലെ? എന്താണ്? പരമാവധി ഫിനാൻഷ്യൽ റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? ചെലവ് ചുരുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടാ? ചെലവ് ചുരുക്കി നമ്മള് അവിടുത്തെ എല്ലാ പെർഫോമൻസും അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും അല്ലെ? നമ്മൾക്കറിയാം, ഇപ്പൊ വീട്ടിലായാലും നമ്മളിപ്പോ എന്താണ് കുറച്ച് പൈസ കൊണ്ട് എല്ലാ കാര്യങ്ങളും, ഒരു മാസത്തെ കാര്യങ്ങൾ വീട്ടു ചെലവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മിച്ചം വരാനായിട്ട് നമ്മൾ നോക്കും അല്ലെ? നമ്മുടെ കയ്യിൽ ഇപ്പൊ 5000 രൂപ ഉണ്ടെങ്കിൽ 5000 രൂപ മൊത്തം നമ്മൾ ചെലവാക്കോ? ഒരു മാസത്തെ ചെലവിന് വേണ്ടിയിട്ട് ചെലവാക്കാറുണ്ടോ? ഇല്ല. നമുക്ക് അതിൽ നിന്ന് പിടിച്ച് എത്രത്തോളം നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലെ? എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലേ? എല്ലാ കാര്യങ്ങളും ഇപ്പൊ കയ്യിലേക്ക് കിട്ടുന്ന പൈസ, സാലറി കിട്ടുമ്പോ അത് അപ്പൊ തന്നെ ചെലവാക്കി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നഷ്ടമാണ് വരുന്നത്. നമുക്കൊരു മിച്ചവും പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലുകളിലും നമുക്ക് എന്താണ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് എത്രത്തോളം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റോ അത്രത്തോളം നമ്മൾ കോസ്റ്റ് കുറച്ച് ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നു. അതാണ് ഇൻവെന്ററി കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്, മെയിൻ എയിം ആയിട്ട് പറയുന്നത്. എന്താണ്? ഫിനാൻഷ്യൽ റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഫിനാൻഷ്യൽ റിട്ടേൺ പരമാവധി ആക്കുക. മനസ്സിലായോ? ഓക്കെ, ആ പാരഗ്രാഫ് എന്താ പറഞ്ഞത്? സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം എപ്പോൾ എത്രത്തോളം ഓർഡർ ചെയ്യണം, എത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് പർച്ചേസിനും അതുപോലെ തന്നെ സ്റ്റോറേജിനും വരുന്ന എക്സ്പെൻസസിനെ കുറയ്ക്കുക, മിനിമം ആക്കുക. അതിനെയാണ് നമ്മള് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഫിനാൻഷ്യൽ റിട്ടേൺ മാക്സിമം ആക്കുക. പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നോക്കണം, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇൻവെന്ററി കൺട്രോള്? നെക്സ്റ്റ് ആണ് ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. എന്തൊക്കെയാണ് ഗോൾസ് എന്ന് പറഞ്ഞാല് 4 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, provide supplies available when needed to maintain constant operations. നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ എന്തുണ്ട്? പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ? ആ പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ നിരന്തരമായ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യത്തിന് മാത്രം ഐറ്റംസ് എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്ത് കൊടുക്കണം അല്ലെ? അപ്പൊ എന്താണ്? നമുക്ക് അത് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അപ്പൊ എന്താ പറഞ്ഞത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള അവരുടെ നിരന്തരമായിട്ടുള്ള ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യത്തിനുള്ള സപ്ലൈസ് മാത്രം പ്രൊവൈഡ് ചെയ്യണം.
ഇനി എന്താണ് നെക്സ്റ്റ് പറഞ്ഞത്? ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് when required through reduction or purchase. എന്താണ് നമ്മൾ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്യണം? സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ എന്ത് ചെയ്യാ? അത് കുറച്ച് ചെലവാക്കാനായിട്ട് നോക്കാം അല്ലെ? ഒരു പിശുക്കി ചെലവാക്കാനായിട്ട് നമ്മൾ നോക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ എന്താണ് ഇപ്പൊ ഒരു നമ്മുടെ കൂട്ടുകുടുംബമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് എന്താണ് സാധനങ്ങളൊക്കെ പലചരക്ക് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെക്കാറുണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കുറെ എടുത്ത് നമ്മൾ വെക്കാറുണ്ടോ അരിയൊക്കെ? ഇല്ല, കുറച്ച് കുറച്ച് നമ്മൾ എടുത്ത് അത് പിശുക്കി അല്ലെ? നമുക്ക് എന്താണ് ഒരു മാസത്തേക്ക് അത് നമ്മൾ തികയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിശുക്കി ആവശ്യത്തിന് മാത്രം ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും പലചരക്കായാലും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? നമ്മളൊക്കെ അമ്മമാരാണല്ലേ, നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ അടുക്കളയിൽ പെരുമാറുന്നതെന്ന് അല്ലെ? എല്ലാ സാധനങ്ങളും നമ്മൾ പിശുക്കി ചെലവാക്കാറുണ്ട്. എന്നാലേ നമുക്ക് എന്താണ് കുറെ നാളത്തേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് ഇത്തിരി നാളത്തേക്കെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിശുക്കി ചെലവാക്കണം. ഓരോ സാധനങ്ങള് ഓരോ ഐറ്റംസ് ആയാലും പിശുക്കി മാത്രം യൂസ് ചെയ്യണം. ആവശ്യത്തിന് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് വരാനും അത് കൂടുതൽ നഷ്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇനി എന്താണ്? റീറ്റെയിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് at the minimum level possible. എന്താ പറയുന്നത്? വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യാതെ മൂലധന നിക്ഷേപം എന്നത് എന്താണ്? മിനിമം ലെവലിലേക്ക് മാറ്റണം. നമ്മളിപ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടല്ലേ? ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അങ്ങനെ ആ സ്കാനിങ് മെഷീൻ ഉണ്ടാവാം, തൽക്കാലത്തേക്ക് ഉണ്ടാവാം. അപ്പൊ എന്താണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെയും അത് വാങ്ങിക്കാനായിട്ട് പണം ചെലവാക്കാതെ എന്ത് ചെയ്യാ? ഒരു മിനിമം ലെവലിലേക്ക് ആക്കി മാറ്റാം. കാരണം എന്താണ്? അത് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഓടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ആണല്ലോ. അതിനി ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടാകുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിച്ചാൽ മതി അല്ലെ? അപ്പൊ എന്താണ്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മൂലധന നിക്ഷേപം എന്നത് മിനിമം ലെവലിലേക്ക് ആക്കി മാറ്റണം. ഇനി എന്താണ്? എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. എന്താണ്? പ്രൊഡക്ഷൻ നടത്തുമ്പോഴും അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും ഈ പറയുന്ന ഇൻവെന്ററി കൺട്രോള് സ്ഥാപിക്കേണ്ടതാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഗോൾസിൽ വരുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ 4 പോയിന്റ്സും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇഫ് there is no inventory control, there will be no liability, overstocking or understocking of materials, loss of materials, etc. It is releases a lot of working capital. അപ്പൊ എന്താണ്?
ഒരു ഇൻവെന്ററി കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? നമ്മള് കൂടുതലായിട്ട് അല്ലെ നമ്മൾ പറഞ്ഞു ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാല് കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് ലാഭം പരമാവധി ഉണ്ടാക്കാൻ നോക്കുക അല്ലെ, കോസ്റ്റ് കുറയ്ക്കുക എന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അപ്പോ ഇൻവെന്ററി കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? കുറെ നമ്മൾ പർച്ചേസ് ചെയ്യാം അല്ലെ, ഓവർ സ്റ്റോക്കിംഗ് നടത്താം, അതുപോലെ കുറഞ്ഞ അളവിൽ പർച്ചേസ് ചെയ്യാം അല്ലെ, അണ്ടർ സ്റ്റോക്കിംഗ് നടത്താം, അതുപോലെ തന്നെ എന്താണ് ലോസ് ഓഫ് മെറ്റീരിയൽസ് അല്ലെ, നമുക്കൊരു കൺട്രോളും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോ ഐറ്റംസ് സ്റ്റാഫുകൾ എടുത്തുകൊണ്ട് പോവാം അല്ലെ, ലോസ് ചെയ്യാം, ലോസ് ഓഫ് മെറ്റീരിയൽസ് പല രീതിയിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇൻവെന്ററി കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഓവർ സ്റ്റോക്കിംഗ് വരാം, അണ്ടർ സ്റ്റോക്കിംഗ് വരാം, അതുപോലെ ലോസ് ഓഫ് മെറ്റീരിയൽസ് വരാം. ഇനി എന്താ പറയുന്നത്? ഇറ്റ് റിലീസസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ്? ഇതൊരു നല്ലൊരു എന്താണ് പ്രവർത്തന ചിലവ് ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ് റിസർവ് സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ബഫർ സ്റ്റോക്ക് എന്ന്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. റിസർവ് സ്റ്റോക്ക് ഈസ് ഓൾസോ നോൺ ആസ് ബഫർ സ്റ്റോക്ക്. ഓക്കെ, ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻസ് ആണ്, ചോദിക്കാറുണ്ട്. റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് ബഫർ സ്റ്റോക്ക് ആണ്. Is a stock kept to provide uncertainty in consume rate or lead time of the material. എന്താണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല്? റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് എന്താ മീനിങ്? എന്താ മീനിങ് റിസർവ് എന്ന് പറഞ്ഞാല്? ബുക്കിംഗ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ റിസർവ്? ഓക്കെ, റിസർവ് എന്ന് പറഞ്ഞാല് കരുതി വെച്ച, നിലനിർത്തുക. ഓക്കെ, കരുതൽ കേട്ടോ, കരുതൽ സ്റ്റോക്ക്, കരുതൽ സ്റ്റോക്ക് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. കരുതൽ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. റിസർവ് സ്റ്റോക്കിനെ കരുതൽ സ്റ്റോക്ക് എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോ ഒരു മാസത്തേക്ക് നമ്മൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചു, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോ അരി, അതുപോലെ തന്നെ എന്താണ് ധാന്യങ്ങള്, ഗ്രെയിൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? പയറ്, പരിപ്പ് ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെക്കും അല്ലെ, സ്റ്റോക്ക് ചെയ്ത് വെക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? കരുതി വെക്കാറുണ്ട് അല്ലെ. നമ്മുടെ അമ്മച്ചിമാരായാലും അമ്മമാരായാലും നമ്മളായാലും നമ്മൾ ചെയ്യാറുണ്ട്. അമ്മമാരാണല്ലോ പലരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കരുതി നമ്മൾ വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കരുതി വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഷോർട്ടേജ് എന്തെങ്കിലും വരുമ്പോ എടുക്കാനായിട്ട് റിസർവ് ചെയ്ത് വെക്കും. ഫ്യൂച്ചറിലോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോ നമ്മുടെ വീട്ടിലേക്ക് നമ്മള് അറിയാതെ ആരെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫാമിലിയിലെ ആരെങ്കിലും കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ എടുത്ത് കുക്ക് ചെയ്യാറുണ്ട് ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ കരുതി വെച്ച സ്റ്റോക്കിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ട് ചെയ്യാറുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ അതിങ്ങനെയുള്ള സ്റ്റോക്കിനെ പറയുന്നതാണ് റിസർവ് സ്റ്റോക്ക് എന്ന്. അങ്ങനെ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെയുള്ള റിസർവ് സ്റ്റോക്ക് വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോക്ക് കെപ്റ്റ് പ്രൊവൈഡ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാല് തീർച്ചയില്ലാത്ത അവസ്ഥ, തീർച്ചയില്ലാത്ത അവസ്ഥ. അൺസർട്ടനിറ്റീസ് in consuming rate or lead time of the material. Consuming rate എന്ന് പറഞ്ഞാല് ഉപയോഗിക്കുന്ന റേറ്റ്. ഇപ്പോ മെഡിസിൻസ് ഒക്കെ ധാരാളം പേഷ്യൻസ് വരുമ്പോ മെഡിസിൻസ് ഒക്കെ എന്താണ്? ആ സ്റ്റോറിൽ നിന്ന് പോവാ അല്ലെ, അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് എടുത്ത് അതിന്റെ ഫ്ലോ കൂടുതലാവാറുണ്ട് ഇല്ലേ? അവർക്ക് പേഷ്യൻസിന് മരുന്ന് കൊടുത്ത് ചിലപ്പോ നമ്മളുടെ ആ ഫാർമസിയിൽ മരുന്ന് ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ലീഡ് ടൈം ഓഫ് മെറ്റീരിയൽ. ലീഡ് ടൈം എന്താണ്? നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടാനായിട്ടുള്ള ടൈം അല്ലെ. അത് എന്താണ്? കൂടി വരികയാണെങ്കിൽ, അതുപോലെ തന്നെ കൺസ്യൂമിങ് റേറ്റ്, ഉപയോഗിക്കുന്ന ആ റേറ്റ് കൂടുകയും അതുപോലെ ലീഡ് ടൈമും കൂടുന്ന അവസ്ഥയില് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ കയ്യിൽ ഇപ്പോ ഒന്നുമില്ല,
പേഷ്യൻസ് വരുമ്പോ കൊടുക്കാനായിട്ട് മെഡിസിൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് നമ്മള്? ഈ റിസർവ് ചെയ്ത് വെച്ച സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ട് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയോ? അതാണ് കരുതൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമിങ് റേറ്റ് ആയാലും ഉപയോഗിക്കുന്ന ആ റേറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മള് ലീഡ് ടൈം കൂടിക്കഴിഞ്ഞാല് നമ്മുടെ കയ്യിലേക്ക് അപ്പൊ എന്താണ് മെഡിസിൻസ് കിട്ടുന്നില്ലല്ലേ, ഡെലിവറി ടൈം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കരുതി വെച്ച സ്റ്റോക്കിൽ നിന്നാണ് എടുത്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് റിസർവ് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് റീഓർഡർ ലെവൽ റീഓർഡർ പോയിന്റ്? അണ്ടർലൈൻ ചെയ്യാം. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാലും റീഓർഡർ പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ചോദിക്കാവുന്നതാണ്. റീഓർഡർ ലെവൽ ഇസ് ഓൾസോ നോൺ ആസ് ചോദിക്കാം. അതുപോലെ തന്നെ ബഫർ സ്റ്റോക്ക്, റിസർവ് സ്റ്റോക്ക് ഒക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. Reorder level or reorder point is the stock level of any item in economic order quantity terms that can be disposed of as that the order can arrive in time to keep away from stock out. എന്താണ് റീഓർഡർ പോയിന്റ് അല്ലെങ്കിൽ റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാല്? ഇപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്ക് റീഓർഡർ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ എന്താണ് ഇപ്പൊ വെളിച്ചെണ്ണ തീരാറായിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അപ്പൊ വാങ്ങിക്കുന്ന ആളുകളോട് അല്ലെ, നമ്മുടെ വീട്ടിലിപ്പോ ചിലപ്പോ ഹസ്ബൻഡ് ആയിരിക്കാം കടയിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ആരെങ്കിലും ആയിരിക്കാം അല്ലെ, അച്ഛനോ അല്ലെ, അങ്ങനെയുള്ളവരായിരിക്കും വാങ്ങിക്കുന്നത്. അവരോട് പറയും അല്ലെ, വെളിച്ചെണ്ണ തീരാറായിട്ടുണ്ട് കേട്ടോ. പറയാറുണ്ട്. തീർന്ന കഴിഞ്ഞിട്ടല്ല നമ്മൾ പറയുന്നത്, തീരണേ മുമ്പാണ് പറയാറല്ലേ, ഇല്ലേ? പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് അല്ലെ. എപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? റീഓർഡർ ചെയ്ത് വെക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ബഫർ സ്റ്റോക്ക് എന്താണ്, റീഓർഡർ ലെവൽ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. പാരഗ്രാഫ് ഒന്ന് വായിക്കാം കേട്ടോ. ക്യാച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിപ്പിക്കുന്നത്. വായിച്ചു നോക്കാം കൃത്യമായിട്ട്. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് തന്നെ സ്റ്റോക്ക് റീഓർഡർ ചെയ്ത് ക്രമീകരിക്കണം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. എന്താണ്? 3 തരത്തിലുള്ള ഓർഡേഴ്സ് ആണ് പറയുന്നത്. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, കറക്റ്റ് അല്ലേ? അവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. സൈക്ലിക്കൽ ആൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ഉണ്ട്, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ഉണ്ട്, 2 bin സിസ്റ്റം ഉണ്ട്. ഇനി എന്താണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം? ദിസ് സിസ്റ്റം ഈസ് ദ ഫിക്സഡ് ഇന്റർവൽ ഓർഡർ ഓഫ് ദ പീരിയോഡിക് റിവ്യൂ സിസ്റ്റം. അണ്ടർലൈൻ ചെയ്യാട്ടോ. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം അതുപോലെ ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ചോദിച്ച് കണ്ടിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The system is the fixed interval order of the period review system. അപ്പൊ എന്താണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാല്?
ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് കൃത്യമായ ഫിക്സഡ് ഇന്റർവെൽസിൽ ഒരു വീക്കോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മന്തോ മാസമോ ഒക്കെ കൂടുമ്പോ അവരിൽ നിന്ന് ഓർഡർ ചെയ്ത് വെക്കുന്നതിനെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഐറ്റംസുകള് കൃത്യമായി ഫിക്സഡ് ഇന്റർവെൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിക്സഡ് ഇന്റർവെൽസിൽ അത് ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വീക്കോ കൂടുമ്പോൾ അവരിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുന്നു. ഓക്കെ, ഫിക്സഡ് ഇന്റർവെൽസ് എന്നുള്ളത് ഒരു അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് കൃത്യമായിട്ടുള്ള ഫിക്സഡ് ഇന്റർവെൽസില് ഒരു മാസമോ, ഫിക്സഡ് ഇന്റർവെൽസ് എന്ന് പറഞ്ഞാല് ഒരു മന്തോ അല്ലെങ്കിൽ 1 വീക്കോ ഒക്കെ കൂടുമ്പോൾ അവരിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുന്നു. ഓക്കെ, ഇനി എന്താണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം? ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാല് ദിസ് സിസ്റ്റം ഇസ് ബേസ്ഡ് ഓൺ ഓർഡറിംഗ് ഫിക്സഡ് ക്വാണ്ടിറ്റി. അവിടെ ഫിക്സഡ് ഇന്റർവെൽസ് ആണെങ്കിൽ ഇവിടെ എന്താണ് ഫിക്സഡ് ക്വാണ്ടിറ്റീസ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം, ഫിക്സഡ് ക്വാണ്ടിറ്റി അത് ഡിഫറെന്റ് ഇന്റർവെൽസ്. എന്താണ് പല പല ഇടവേളകളില് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയില് ഓർഡർ ചെയ്തു വരുന്നതിനെയാണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് അല്ലെ, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റത്തിൽ തന്നെയുണ്ട് ഫിക്സഡ് ക്വാണ്ടിറ്റി എന്നുള്ളത് കേട്ടോ. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പല പല ഇടവേളകളില് ഫിക്സഡ് ക്വാണ്ടിറ്റീസിൽ ഓർഡർ ചെയ്തു വരുന്നു. ഇനി സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരു എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഫിക്സഡ് ഇന്റർവെൽസിൽ ഓർഡർ ചെയ്തു വരുന്നു. ഇനി ടു ബിൻ സിസ്റ്റം. ടു ബിൻ സിസ്റ്റം, when this system cannot be measured on the basis of any pre-agreed value or terms, the order will be placed on the basis of logical reasoning after inquiring the volume contained in the containing box. Example നോക്കി, plaster of Paris and gauze. Okay, ഗാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ മുറിവുകളൊക്കെ ഉണ്ടാവില്ലേ, മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോ ഒരു വൈറ്റ് കളർ തുണി കവർ ചെയ്ത് തരില്ലേ നമുക്ക്, അതിനെയാണ് ഗാസ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളർ പൗഡർ ആണ്. കണ്ടിട്ടുണ്ടാവും, കാണാത്തവര് വേണമെങ്കിൽ നെക്സ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിക്കഴിഞ്ഞാല് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഈ ടു ബിൻ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോ ചില ഐറ്റംസ് എന്താണ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അതുപോലെ തന്നെ ആ ബോക്സിൽ എത്രത്തോളം ഉണ്ട്, അതിന്റെ ആ കവറിൽ എത്ര വോളിയം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ പൗഡർ ഒക്കെ ആണെങ്കിൽ എന്താണ് അങ്ങനെയുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനെയുള്ള പൗഡർ നമുക്ക് ഇത്ര അര പാക്കറ്റ് 1/4 പാക്കറ്റ് ബാക്കിയുണ്ട് അങ്ങനെ പറയാണെങ്കിൽ പറ്റുള്ളൂ. നമുക്ക് എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അതുപോലെ തന്നെ ഈ തുണികൾ റോള് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ എത്ര ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇങ്ങനെ അരഭാഗമുണ്ട് അല്ലെങ്കിൽ അര പാക്കറ്റ് ഉണ്ട് 1/4 പാക്കറ്റ് ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിനനുസരിച്ച് ഓർഡർ ചെയ്തു വരുന്നു. അതിനെയാണ് ടു ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഗാസ്. ക്ലിയർ ആണോ ടു ബിൻ സിസ്റ്റം? ഓക്കെ, അപ്പോ കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഇസ് പ്ലേസ്ഡ്, ഓർഡേഴ്സുകളുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സുകളുണ്ട്. സൈക്ലിക് ഓർഡർ സിസ്റ്റം ഉണ്ട്, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ഉണ്ട്, ടു ബിൻ സിസ്റ്റം ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഹോസ്പിറ്റൽ ഏതാ പറയേണ്ടത് ശ്രീലക്ഷ്മി? ടു ബിൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് ചില ഐറ്റംസ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഒരു ബോക്സില് എത്രത്തോളം വോളിയം ബാക്കിയുണ്ട്, എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അങ്ങനെയുള്ള ഓർഡർ കൊടുക്കാൻ പറ്റില്ല.
ഫോർ എക്സാമ്പിൾ അതിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ ഒരു പൗഡർ ആണ്. ആ പൗഡർ ആ പാക്കറ്റിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ചിലപ്പോ ഭാഗം ഉണ്ടാവാം, ചിലപ്പോ അരഭാഗം ഉണ്ടാവാം, അല്ലെ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് പറയാനേ പറ്റുള്ളൂ. അതുപോലെ ഈ തുണി, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ തുണിയാണ്, മുറിവിന് നമ്മൾ വെച്ച് കെട്ടി കവർ ചെയ്ത് കൊടുക്കുന്ന തുണികള്. അപ്പൊ ആ തുണികൾ നമുക്ക് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ക്വാണ്ടിറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. ആ തുണി ചിലപ്പോ കഴിയാറായിട്ടുണ്ടാവും, ചിലപ്പോ അത് ഒട്ടും എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ്, അതനുസരിച്ചിട്ട് ഇങ്ങനെ ഓർഡർ കൊടുത്തു വരുന്നു. അപ്പൊ അരഭാഗം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഓർഡർ കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഏകദേശം നമുക്ക് പറയാനേ പറ്റുള്ളൂ അതെങ്ങനെയാണ് എന്നുള്ളത് ഓർഡർ കൊടുക്കുമ്പോൾ. ഇനി നെക്സ്റ്റ് ആണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. ഇനി ഓരോ ഐറ്റംസ് എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ബൾക്ക് സ്റ്റോറേജ് ഉണ്ട്, ബൾക്ക് സ്റ്റോറേജ് അല്ലെ, പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ എന്താണ് നമ്മൾ ബൾക്കായിട്ട് സ്റ്റോറേജ് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ ഷെൽഫുകളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ബിൻ സ്റ്റോറേജ് അല്ലെ, ബിൻ സ്റ്റോറേജ് പഠിച്ചില്ലേ? ബിൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് എന്താണ്, ബോക്സ് അതുപോലെ തന്നെ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വെക്കാറുണ്ട്. അതിനെയാണ് ബിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓരോ ബോക്സിലും ഓരോ കണ്ടെയ്നേഴ്സിലൊക്കെ ആക്കിയിട്ട് ഐറ്റംസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ എന്താണ്, ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, ഫ്രിഡ്ജുകൾ അല്ലേ, ഫ്രിഡ്ജ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഒക്കെ നമുക്ക് പറയാൻ പറ്റും, ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ അതൊക്കെ നമ്മള് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ എന്താണ്, ഇവാപൊറേറ്റീവ് ലിക്വിഡ്സ് സ്റ്റോറേജ്, എക്സാമ്പിൾ സ്പിരിറ്റ്. ഇവാപൊറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സ്, അതിനെയാണ് ഇവാപൊറേറ്റീവ് ലിക്വിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇവാപൊറേറ്റീവ് എന്ന് പറഞ്ഞാല് ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡുകൾ, എക്സാമ്പിൾ ആണ് സ്പിരിറ്റ്. ഇനി അതുപോലെ എന്താണ്, ഡേഞ്ചറസ് മെറ്റീരിയൽസ് സ്റ്റോറേജ്, എക്സാമ്പിൾ മെർക്കുറി, സിൻഡെക്സ്. ഓക്കെ, സിഡെക്സ്. ഓക്കെ, അപ്പൊ മെർക്കുറി അറിയാം. അതുപോലെ തന്നെ സിഡെക്സ് എന്ന് പറഞ്ഞാല് ആന്റിസെപ്റ്റിക് ലിക്വിഡിന്റെ ബ്രാൻഡ് നെയിം ആണ് സിഡെക്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സിഡെക്സ് എക്സാമ്പിള് ഇപ്പൊ ഫിനോയില് അതുപോലെ ഡെറ്റോള് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ്, വൊളാറ്റൈൽ. വൊളാറ്റൈൽ എന്ന് പറഞ്ഞാല് ഈസിലി ഇവാപൊറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമാകുന്ന സാധനങ്ങൾ, ഐറ്റംസ് ആണ് വൊളാറ്റൈൽ വരുന്നത് കേട്ടോ. വൊളാറ്റൈൽ എന്ന് പറഞ്ഞാൽ ഈസിലി ഇവാപൊറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമാകുന്ന ഐറ്റംസ് ഇതൊക്കെയാണ് വരുന്നത്. ആൽക്കഹോൾ ഉണ്ട്, ക്ലോറോഫോം ഉണ്ട്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ക്ലോറോഫോം, ആൽക്കഹോൾ. ക്ലിയർ ആയോ? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് സ്റ്റോർ ഇൻ ഹോസ്പിറ്റൽ. ഇതൊക്കെയാണ് സ്റ്റോഴ്സുകൾ ഉള്ളത്. ഡ്രഗ് സ്റ്റോഴ്സുകൾ അല്ലെ, എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് ഡ്രഗ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാല്? ഡ്രഗ് സ്റ്റോർ മെഡിസിനുമായിട്ട്. സർജിക്കൽ സ്റ്റോർ ഇതുമായിട്ടായിരിക്കാം. സർജിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞാല് ഗ്ലൗസ് അല്ലെ, സർജറി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഓപ്പറേഷൻ ഐറ്റംസ്, അങ്ങനെയുള്ള സർജറിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട വസ്തുക്കള്. ഇനി എന്താണ്, അനസ്തേഷ്യ അറിയാലോ, അനസ്തേഷ്യ അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ കിച്ചൺ സ്റ്റോർ അറിയാലോ, ഡയറ്ററി സർവീസുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടത്. ഇനി എന്താണ്, ലിനൻ സ്റ്റോർ. ലിനൻ എന്താ, എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്? ലിനൻ തുണി അല്ലെ, ക്ലോത്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടത്. ഇനി ജനറൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലുകളില് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എവിടെയാണ്? ജനറൽ സ്റ്റോഴ്സിലാണ് വെക്കുന്നത്. ഓക്കെ, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? ജനറൽ സ്റ്റോഴ്സിലാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ്.
ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് സ്റ്റോർസുമായിട്ട് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ആണ് സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റോർ. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് എ ലോക്കൽ അല്ല, ലൊക്കേഷൻ എന്നാണ് കേട്ടോ. കറക്റ്റ് ആക്കിയിട്ടുണ്ടോ അവിടെ? ഓക്കെ, അപ്പൊ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോർസ് ആർ. ഹോസ്പിറ്റലുകളില് സ്റ്റോറിന്റെ ലൊക്കേഷൻ എവിടെ വരണം എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ക്ലോസർനെസ് ടു ദ യൂസർ. ഓക്കെ, എന്താണ് ക്ലോസർനെസ് ടു ദ യൂസർ എന്ന് പറഞ്ഞാല് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്താണോ ഉപയോഗിക്കുന്നത് അതിന്റെ അടുത്തായിരിക്കണം ആ സ്റ്റോർ വരേണ്ടത്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, ഐറ്റം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, അതിന്റെ അടുത്തായിരിക്കണം ആ സ്റ്റോർ വരേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയാം, ഡ്രഗ് സ്റ്റോർ. ഡ്രഗ് സ്റ്റോർ എവിടെയാ വരേണ്ടത്? എവിടെയാ കൂടുതലും യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്? ഫാർമസിയിൽ. അപ്പൊ ഫാർമസിയുടെ അടുത്തായിരിക്കണം ഡ്രഗ് സ്റ്റോർ വരേണ്ടത്. മനസ്സിലായോ? ക്ലോസർനെസ് ടു ദ യൂസർ. ഓക്കെ, ഇത് ഐറ്റം ആയിരിക്കണം ഡ്രഗ് സ്റ്റോർ. മെഡിസിൻസ് എവിടെയാണോ കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിന്റെ അടുത്തായിരിക്കണം, ഫാർമസിയുടെ അടുത്തായിരിക്കണം ഡ്രഗ് സ്റ്റോർ വരേണ്ടത്. ഇനി ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ. ഭാവിയിൽ വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം സ്റ്റോറിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഭാവിയില് ഭാവിയിൽ വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇനി അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ് എന്തായിരിക്കാം മീനിങ്? കണക്ഷൻ കിട്ടിയോ? അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാല് പാർക്കിംഗ് അല്ലെ? വെരി ഗുഡ്. എന്താണ് ഇപ്പൊ ഡ്രഗ് സ്റ്റോറിലേക്കൊക്കെ ഐറ്റംസ് കൊണ്ടുവരാനല്ലേ, ഡ്രഗുകൾ കൊണ്ടുവരാനായിട്ടുള്ള ആ വെഹിക്കിൾസിന് കയറാൻ രീതിയിലുള്ള ഒരു സ്ഥലം, സ്പേസ് ഉണ്ടായിരിക്കണം അല്ലെ, അവൈലബിൾ ആയിരിക്കും, സ്പേസ് അവൈലബിൾ ആയിരിക്കണം. ഇനി എന്താ പറയുന്നത്? പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്. പാർക്കിംഗ് അല്ലെ, പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഐറ്റംസുകൾ ഇറക്കാനായിട്ടുള്ള സൗകര്യങ്ങളും സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. ആഡിക്വേറ്റഡ് ടേണിംഗ് സ്പേസ് ഉണ്ടായിരിക്കാം, ആവശ്യത്തിനുള്ള സാധനങ്ങള് വെക്കാനായിട്ടുള്ള സ്പേസ് സ്റ്റോറിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി ഡേഞ്ചറസ് മെറ്റീരിയൽസ്, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ. ആ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ അത് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൗകര്യം സ്റ്റോറിന് ഉണ്ടാവണം. സേഫ്റ്റി, സാധനങ്ങൾ വെക്കാനും അതുപോലെ തന്നെ സ്റ്റാഫിന് സുരക്ഷിതത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിലുമുള്ള ഒരു സ്റ്റോർ ആവണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇനി എന്താണ് ഇൻഫ്ലേമബിൾ? ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാല് കത്തുന്ന അല്ലെ, ഇപ്പൊ തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റാൻ ഉള്ള രീതിയിലും അതുപോലെ തന്നെ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് ഒരു സേഫ് ആയിട്ടുള്ള രീതിയിലും സേഫ്റ്റി ജീവനക്കാർക്കായാലും അതുപോലെ തന്നെ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ പെട്ടെന്ന് മാറ്റാൻ രീതിയിലുമുള്ള ഒരു ഉറപ്പ് സ്റ്റോറിന് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള സൗകര്യങ്ങളും എന്തിനുണ്ടായിരിക്കണം? സ്റ്റോറിന് ഉണ്ടായിരിക്കണം. ഓക്കെ, തീപിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്റ്റാഫിനൊക്കെ പെട്ടെന്ന് മാറാൻ, അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ, അവിടെ നിന്ന് പെട്ടെന്ന് മാറാൻ രീതിയിലുള്ള സൗകര്യവും സ്റ്റോറിന് ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളാണ് സ്റ്റോറിന്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങള് സ്റ്റോറിന് ഉണ്ടായിരിക്കണം. വായിച്ചു നോക്കി ഇത്തരം കാര്യങ്ങള്. ക്ലിയർ ആയി?
ഇനി നെക്സ്റ്റ് ആണ് ഡോക്യുമെന്റ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർസ്. സ്റ്റോറില് സൂക്ഷിക്കുന്ന കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. സ്റ്റോർസ് മാനുവൽ. സ്റ്റോർസ് മാനുവൽ എന്താണ്? സ്റ്റോർസ് മാനുവൽ എന്ന് പറഞ്ഞാല് എന്താണ്? അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ ടൈമിങ് എന്താണ്, എങ്ങനെയാണ്, ഓക്കെ, എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മാനുവൽ ആണ് സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത്. സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിലെ സ്റ്റാഫ്സിന്റെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ ടൈമിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത്. ഇനി എന്താണ്? പർച്ചേസ് റിക്വസിഷൻ. ഓർക്കുന്നുണ്ടോ? പർച്ചേസ് റിക്വസിഷൻ എന്താണ്? എന്താണ് മീനിങ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല്? അഭ്യർത്ഥന നടത്തുന്നതല്ലേ? ഓക്കെ, യൂസർ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുള്ള സാധനങ്ങള്, ഞങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ വേണം എന്ന് റിക്വസ്റ്റ് നടത്തുന്നതാണ് പർച്ചേസ് റിക്വസിഷൻ. ഇനി പർച്ചേസ് പ്ലാൻ എന്താണ്? നമ്മള് പർച്ചേസ് എങ്ങനെ ചെയ്യണം എന്നുള്ള ആസൂത്രണം നടത്തുന്നതിനെയാണ് നമ്മള് ഈ പർച്ചേസ് പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ, ആസൂത്രണം നടത്തുന്നത്. ഇനി പർച്ചേസ് ഓർഡർ എന്തായിരിക്കാം? പഠിച്ചിട്ടുണ്ടല്ലോ. ആരൊക്കെ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് പർച്ചേസ് ഓർഡർ? ഓർക്കുന്നുണ്ടോ? ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ പർച്ചേസ് ഓർഡർ? ബയ്യറും സെല്ലറും തമ്മിലുള്ള ലീഗൽ എഗ്രിമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. ഇനി എന്താണ്? ഡെലിവറി ചലാൻ. ഡെലിവറി ചലാൻ എന്ന് പറഞ്ഞാല് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഫോർമൽ എഗ്രിമെന്റ്. ഓക്കെ, സപ്ലയേഴ്സ് എന്ത് ചെയ്യും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഫോർമൽ എഗ്രിമെന്റ് കൊടുക്കണം. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഫോർമൽ എഗ്രിമെന്റ് ആണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ഇനി ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറഞ്ഞാല് സ്റ്റോറിലേക്ക് എന്തൊക്കെ സാധനങ്ങള് സപ്ലയർ കൊണ്ടുവന്നിട്ടുണ്ട്, സ്റ്റോറിലേക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് സപ്ലയർ കൊണ്ടുവന്നിരിക്കുന്നത്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിലുണ്ടാകുന്നത്. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്തറിയാം? ആ ഗുഡ്സ് റിസീവ്ഡ് എന്നുള്ളത് കിട്ടിയ ഐറ്റംസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇനി ഗുഡ്സ് റിട്ടേൺ നോട്ട് എന്തായിരിക്കാം? പറയാൻ പറ്റുമോ? ഗുഡ്സ് റിട്ടേൺ തിരികെ കൊടുത്തത് അല്ലെ. ഇപ്പൊ ഡാമേജ് ഉള്ള ഐറ്റംസ് ഉണ്ടാവാം. ചിലപ്പോ നമ്മൾ ഇത്ര 8 എണ്ണം പറഞ്ഞിട്ട് ചിലപ്പോ 10 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അത്രയും എന്താണ് 2 എണ്ണം ബാക്കി കൊടുക്കാം, അവർക്ക് കൊടുക്കാം. അതുപോലെ ഗുഡ്സ് ഡാമേജ് ആയിട്ടുള്ളതൊക്കെ എന്താണ് അവർക്ക് തിരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഗുഡ്സ് റിട്ടേൺ നോട്ടിൽ വരുന്നത്. ഓക്കെ, എന്തൊക്കെ സാധനങ്ങളാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇനി എന്താണ്? മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. ഇവിടെ പറയുന്നത് നമ്മൾ അഭ്യർത്ഥന നടത്തുന്നത് അല്ലെ, റിക്വസിഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണ്? ചില ഹോസ്പിറ്റലുകാര് സ്വന്തമായിട്ട് മരുന്നുകള് മാനുഫാക്ചർ ചെയ്യും. ഓക്കെ, സ്വന്തമായിട്ട് അവര് തന്നെ മരുന്നുകള്, ഡ്രഗുകള്, മെഡിസിൻസുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറെ വേണ്ടി വരും അല്ലെ. ആവശ്യമായിട്ടുള്ള പല മെറ്റീരിയൽസ് വേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന മെറ്റീരിയൽസിന്റെ അഭ്യർത്ഥനയാണ് എന്ത്? മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റലുകാര് അവർ സ്വന്തമായിട്ട് മെഡിസിൻ ഉണ്ടാക്കുമ്പോ പല മെറ്റീരിയൽസും അവർക്ക് ആവശ്യമായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ അഭ്യർത്ഥന, അതിനെയാണ് നമ്മള് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ഇനി ബിൻ കാർഡ് എന്താണ്? ബിൻ കാർഡ് എന്ന് പറഞ്ഞാല് സ്റ്റോറേജ് ഐറ്റംസിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നത്. സ്റ്റോറില് ഐറ്റത്തിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റോർസ് ലെഡ്ജർ. എന്താണ്? സ്റ്റോർസ് ഒരു സ്റ്റോറില് എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട് എന്ന് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു അല്ലെ. നമ്മള് ലെഡ്ജർ ചെയ്യാറുണ്ടല്ലേ. കൊമേഴ്സുകാർക്കൊക്കെ അറിയാൻ പറ്റും ലെഡ്ജർ അല്ലെ. ഐറ്റംസ് നമ്മള്
കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാറുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അല്ലെ. ഓക്കെ ഓക്കെ, എൻട്രീസ് ഒക്കെ എഴുതി നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലെ. അപ്പോ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ ഐറ്റംസ് ആണ് സ്റ്റോക്കില് ഉണ്ട് എന്നത് നമ്മള് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നുണ്ട്. ഇനി എന്താണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്തായിരിക്കാം, അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം? ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കണക്ക് പുസ്തകം, ഓൾഡ് സ്റ്റോക്ക്, എക്സ്പയറി ആയ ഡ്രഗ്സുകൾ അല്ലെ, നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ കാലാഹരണപ്പെട്ടതോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോക്ക് ആയ എന്ത് ചെയ്യുന്നത്, ഓൾഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഐറ്റത്തിന്റെ രജിസ്റ്റർ ആണ് എന്ത് പറയുന്നത്, ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ആയിട്ട് ബന്ധപ്പെട്ടത്. ബിൻ കാർഡ് എന്ന് പറഞ്ഞാല് സ്റ്റോറില് ഐറ്റത്തിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റോക്ക് വാരിയേഷൻസ്. എങ്ങനെയാണ്? ഫാർമസിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, സ്റ്റോക്ക് വാരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, സ്റ്റോക്ക് വാരിയേഷൻസ് ഒക്കെ എങ്ങനെയൊക്കെ വരാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്. നമ്മള് കമ്പ്യൂട്ടറിലൊക്കെ റോങ് എൻട്രീസ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുമ്പോൾ എന്താണ്, സ്റ്റോക്കിൽ വാരിയേഷൻസ് വരാം അല്ലെ. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എല്ലാ കാര്യങ്ങളും എന്താണ്, സ്റ്റോർ വാരിയേഷൻസ്. ഓക്കെ, സ്റ്റോർ വാരിയേഷൻസ് ആണ്. അപ്പൊ സ്റ്റോക്കില് സ്റ്റോറിൽ എന്താണ്, സ്റ്റോക്കുകളാണ് അല്ലെ, ഐറ്റംസ് ആണ് ഉണ്ടാകുന്നത്, ഓരോ ഐറ്റംസും അതിനകത്തുള്ള വാരിയേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? അങ്ങനെ വരാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ്, റോങ് എൻട്രീസ് നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോ ടൈപ്പ് ചെയ്ത് നമ്മള് കമ്പ്യൂട്ടറിലൊക്കെ കയറ്റുമ്പോ അങ്ങനെ വേരിയേഷൻസ് വരാം സ്റ്റോറിൽ അല്ലെ, സ്റ്റോക്കിന്റെ വേരിയേഷൻസ് വരാം. ഇനി എന്താണ്, ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂസ്. ഇനി എന്താണ്, ഷോർട്ടേജുകൾ സംഭവിക്കാം അല്ലെ, കുറവ് വരാം, അല്ലെങ്കിൽ എന്താണ് ഓവർ ആയിട്ടല്ലേ, ഓവർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട് സ്റ്റോക്കില്. ഇനി എന്താണ്, കീപ്പ് ഇൻ റോങ് ബിൻ. എന്താണ്, ഈ നമ്മൾ പറഞ്ഞു ഓരോ കണ്ടെയ്നേഴ്സിലോ ഓരോ ബോക്സുകളിലോ അത് അതിന്റെ ബോക്സുകളിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലെ. ചിലപ്പോ എന്താണ്, ഒരൈറ്റം വേറെ ബോക്സിൽ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബോക്സിൽ അല്ലാതെ വേറൊരു ബോക്സിൽ തെറ്റിയിട്ട് കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് വാരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇനി പിൽഫ്രേജ് എന്താണ്, പിൽഫ്രേജ് എന്ന് പറഞ്ഞാല് പിൽഫ്രേജ് മോഷണം അല്ലെ. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് ഒക്കെ നമ്മള് പഠിച്ചതല്ലേ, ഹൗസ് കീപ്പിംഗ് മോഷ്ടിച്ചു കൊണ്ടുപോവാം. അപ്പൊ എന്താണ്, സ്റ്റോക്കിൽ വേരിയേഷൻസ് വരാം അല്ലെ. ഇനി ഇവാപൊറേഷൻ. ഇവാപൊറേഷൻ എന്ന് പറഞ്ഞാല് ചില സാധനങ്ങള് ബാഷ്പീകരിച്ചു പോകുന്നത് അല്ലെ. നമ്മള് സ്പിരിറ്റ്, ആൽക്കഹോൾ ഒക്കെ പഠിച്ചില്ലേ എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ അങ്ങനെ ബാഷ്പീകരിച്ചു പോകുമ്പോഴും എന്ത് സംഭവിക്കാം, വേരിയേഷൻസ് വരാം. അതുപോലെ തന്നെ പേസ്റ്റുകൾ എക്സ്പയറി ആയി പോകാം. കുറെ നമ്മള് വാങ്ങിച്ചു വെച്ചിട്ട് ചിലപ്പോ അതിന്റെ ഉപയോഗം കറക്റ്റ് ആയിട്ട് നടന്നില്ല, അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ സ്റ്റോറിൽ നിന്നൊക്കെ പോയില്ല എന്നുണ്ടെങ്കിൽ, അത്രയും മരുന്നുകളൊക്കെ വേണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്പയറി ആയിട്ട് പോവാ അല്ലെ. അപ്പൊ അങ്ങനെയും സംഭവിക്കാം. ഓൾഡ് സ്റ്റോക്ക് ആയതോ കാലാഹരണപ്പെട്ടതോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആയതോ ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ വാരിയേഷൻസ് സംഭവിക്കാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് പിൽഫ്രേജ്. എന്താണ് പിൽഫ്രേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അണ്ടർലൈൻ ചെയ്യാം. എന്താണ് മോഷണം എന്നുള്ളത്, എന്താണ് ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂസ്. കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങള് മോഷണം നടത്തുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. കുറഞ്ഞ മൂല്യമുള്ള ഐറ്റംസ്, കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങള് മോഷണം നടത്തുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂസ്. ഓക്കെ,
അപ്പോ സ്റ്റോറില് സ്റ്റോക്കിന്റെ വാരിയേഷൻസ് എങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് കൊടുത്തത് അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് റോങ് എൻട്രീസ് വരുമ്പോ, ഷോർട്ടേജ് സംഭവിക്കുമ്പോ, ഓവർ ഇഷ്യൂസ് സംഭവിക്കുമ്പോ, ബിൻ അല്ലെ ആ കണ്ടെയ്നറോ അല്ലെങ്കിൽ ആ ബോക്സ് മാറി വേറെ ബോക്സിലൊക്കെ ഇടുമ്പോ അതിന്റെ വാരിയേഷൻസ് സംഭവിക്കാം. പിൽഫ്രേജ് അല്ലെ, മോഷണം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവാപൊറേഷൻ, പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കില് വേരിയേഷൻസ് ഉണ്ടാവാം. വേസ്റ്റുകളായിട്ട് പല ഐറ്റംസും പോവാല്ലേ, അങ്ങനെയും സ്റ്റോക്കില് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. ഇനി പിൽഫ്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റോക്ക് വേരിയേഷൻ. വെരിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്തങ്ങൾ അല്ലെ. സ്റ്റോക്കില് വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടെല്ലാം അവിടുത്തെ സ്റ്റാഫുകള് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? നമുക്ക് സ്റ്റോക്ക് വെരിഫൈ ചെയ്യുമ്പോ അല്ലെ, സ്റ്റോക്കില് കൃത്യമായിട്ട് അവര് വർക്ക് ചെയ്യുന്നില്ല അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നില്ല എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ടെല്ലാം സ്റ്റോക്കില് അവിടുത്തെ സ്റ്റാഫുകള് സ്റ്റോറിൽ അവിടുത്തെ സ്റ്റാഫുകള് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സ്റ്റോക്കിന്റെയും കൃത്യത. ഓക്കെ, ഓരോ സ്റ്റോക്കിന്റെയും കാര്യങ്ങൾ നോക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ, കാര്യക്ഷമതയോട് കൂടിയിട്ട് അവർ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആക്യുറസി നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, കൃത്യത, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരു കൃത്യമായിട്ട് അവിടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഒബ്സർവിങ് ഓഫ് തെഫ്റ്റ് ആൻഡ് പിൽഫ്രേജ്. ഓക്കെ, എന്താണ്? നമ്മൾ ഓരോ സ്റ്റോക്കും വെരിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ചിലപ്പോ ഇന്നലെ വെരിഫൈ ചെയ്ത എണ്ണം ചിലപ്പോ ഇന്നുണ്ടാവില്ല. എന്താണ്? ഇന്നലെ ചിലപ്പോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാ അല്ലെ, മോഷ്ടിച്ചു കൊണ്ടുപോവാ. കുറവ് കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ എന്നുള്ളത്. ഇനി എന്താണ്? എക്സാമൈനിങ് ഓഫ് സിസ്റ്റം അല്ലെ, സ്റ്റോറിയിലെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നു കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയാൻ പറ്റും അല്ലെ. കറക്റ്റ് ആയിട്ട് ആ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് എക്സാമിൻ ചെയ്യുമ്പോൾ അല്ലെ, കമ്പ്യൂട്ടർ വഴി അല്ലെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് അതിൽ നോക്കുന്നതിലൂടെ, കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതിലൂടെ ആ സിസ്റ്റം കറക്റ്റ് ആയിട്ട് സ്റ്റോറിൽ എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി എന്താണ്? റിവ്യൂ ഓഫ് സേഫ്റ്റി. ജീവനക്കാരെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട അവലോകനം നടത്താനായിട്ട് പറ്റും ഇല്ലേ? സുരക്ഷയെ കുറിച്ചുള്ള അവലോകനം അല്ലെ. ഓക്കെ, അത് എന്താണ്? ജീവനക്കാരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട അവലോകനം ഈ സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ ഒബ്ജക്റ്റീവ്സ് ഒക്കെ. ഓക്കെ, ഇത്ര വരെ നിങ്ങൾക്ക് എടുക്കുന്നുള്ളൂ. ഇത്ര വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വരാം കേട്ടോ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.